ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു റിയാൽ ഷോപ്പിൻ്റെ മുമ്പിലാട്ടോ. ആ കാണുന്നതാണ് 1 റിയാൽ ഷോപ്പ്. അൽദവാദ്മിയിലെ 1 റിയാൽ ഷോപ്പാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് 5 റിയാലിൻ്റെ ഷോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇനി 23 റിയാലിൻ്റെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇനി റിയാദ് ഭാഗത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2 റിയാൽ, 3 റിയാൽ, 10 റിയാൽ അതിൻ്റെയൊക്കെ ഷോപ്പുകളുണ്ടാവും. ഇവിടെ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സെക്ഷനിലേക്ക് പോയോക്കട്ടെ. അധികം ആൾക്കാരില്ലാത്ത ഇവിടെ സൗദിയിലെ വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചിലവർക്ക് അത് ഇഷ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ചീത്ത പറയും, നമ്മൾ എന്താ പറയുക, അത് ഡിലീറ്റ് ആക്കിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തിനാ വെറുതെ ഓലെ ചീത്ത കേൾക്കേണ്ട ആവശ്യം? നമുക്ക് ഏതെങ്കിലും ആരുമില്ലാത്ത സെക്ഷനിലേക്ക് പോയി നോക്കാം. എന്നിട്ട് ഒരു മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല, ആ റോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കാറിൽ വെക്കുന്നതാണ് കേട്ടോ. കാറിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. എനിക്കറിയില്ല, ആ ഒരു കുപ്പിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. പിന്നെ അടിപൊളി കീ ചെയിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹായ്, ക്യൂട്ട് പെൻ. നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുന്ന ടൈമിൽ കുട്ടികൾക്ക് നല്ല കളർഫുള്ളായിട്ടില്ല, അവർക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നാൻ പറ്റുന്ന ഒരുപാട് പെൻസിലുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇതാപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല, അതൊരു പേനയാണ്. നമ്മളിങ്ങനെ ഒരുപാട് മഷികൾ ഒരുമിച്ച് വരുന്നതുണ്ടല്ലോ, ആ സംഭവം. കീ ചെയിൻസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാം വാങ്ങിച്ചാലോ എന്ന് തോന്നിപ്പോവുക. പിന്നെ ഇതൊക്കെ പിന്നെ ടോയ്സ് സെക്ഷനാണ് കേട്ടോ. സ്പൂണുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ ബർത്ത്ഡേ ടൈമിലൊക്കെ ലെറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ബലൂൺ ലെറ്റേഴ്സ്. അത് ബലൂൺ ലെറ്റേഴ്സ് അല്ല, ലെറ്റർ ബലൂണുകൾ, അതാട്ടോ. പിന്നെ ഈ വട്ടത്തിലുള്ള സംഭവം എന്താ എനിക്ക് മനസ്സിലായില്ല. ഇനി നമ്മൾ സ്വിമ്മിങ് ചെയ്യുന്ന ടൈമിൽ വീർപ്പിച്ചിട്ട് ചെയ്യുന്ന സംഭവമാണെന്ന് അറിയില്ല കേട്ടോ. ഇതെന്താ, ഇതാണ് ക്യാൻഡിൽസ് ആണോ? ഡിഫറെൻറ്റ് ടൈപ്പ് ക്യാൻഡിൽസ് ഉണ്ട് കേട്ടോ. നമ്മൾ കേക്കുമ്പോൾ കുത്തി വെക്കുന്നത്. ഇതൊക്കെ ആ കേക്ക് അങ്ങനത്തെ ഉള്ള ഏരിയാസാണ്. ഇത് പിന്നെ മറ്റേ സ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ എഴുതികാണ്ട് മായ്ച്ചളയുന്ന സ്ലേറ്റ്, അതാണ് തോന്നുന്നു. പിന്നെ അറബിൻ്റെ എന്തൊക്കെ ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്താ ഈ കുപ്പിയിൽ കിടക്കുന്നതെന്നാവോ? ഇതെന്താണ് കേട്ടോ. ഇനി ഷോക്ക് വെക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ആണോ? പിന്നെ ക്ലേ ടൈപ്പ് ഉണ്ടല്ലോ കുട്ടികൾ കളിക്കുന്നത്, അതാണോ എന്താണോ കേട്ടോ. നമുക്ക് ഈ സ്ലേറ്റിലൊന്ന് എഴുതി വെക്കാം. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ സ്ലേറ്റ് ഇട്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലിങ്ങനെ എഴുതുക മച്ചളയ നമുക്കൊരു ഹായ് എഴുതി വെക്കാം. ഇതിന് അധികം കളർ കുറവാണെന്ന് തോന്നി. ഇത് ഡിസ്പ്ലേക്ക് വെച്ച സംഭവമാണ്, നമുക്കിങ്ങനെ എഴുതി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ചു. ഹായ്, എല്ലാ മാൻമാരും ഉണ്ടല്ലോ, അയൺമാൻ, സൂപ്പർമാൻ, എല്ലാ ടൈപ്പും ഉണ്ടല്ലോ. ഇത് നമുക്ക് പറ്റിയ സംഭവം കേട്ടോ. ഇതിൻ്റെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം കുട്ടി അവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓലടുത്തേക്ക് പോയി നോക്കാം, ഓല എന്തൊക്കെയാണ് നോക്കുന്നത്. ഇവിടെ വേറെ ആൾക്കാർ. ഹായ്, തത്തമ്മ, കൂട്ടിലിട്ട തത്തമ്മ. നല്ല രസമുണ്ടല്ലേ, നല്ല തൂക്കിയിട്ട് കണ്ട് വെക്കാൻ പറ്റുന്ന. ഇതെന്താണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പെയിൻറ്റൊക്കെ ഉണ്ട്. ഇനി അതിന് പെയിൻറ്റ് അടിക്കാനാവോ ആ വൈറ്റ് സാധനത്തിന്. പാവക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കുറഞ്ഞ പൈസക്ക് 3 റിയാൽ 2 റിയാലിനൊക്കെ കിട്ടുന്നതാണ്. ഇത് മറ്റേ വട്ടത്തിലിങ്ങനെ സ്പ്രിങ് പോലെ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, വിമാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ എല്ലാവർക്കും സന്തോഷമാവുന്ന തരത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റംസ്. പിന്നെ ക്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. അനിമൽസ്, ഫോണ്, റുബിക്സ് ക്യൂബ് ഉണ്ട്. ഇത് ഞാൻ ചെയ്ത് നോക്കിട്ടോ. അത് ഭയങ്കര സ്മൂത്താണ്. നമുക്ക് ഒറ്റ കൈ കൊണ്ട് നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണില്ലേ, ഒരു 1 ഫിംഗർ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്, അതുപോലെ ഉണ്ട്. കറുത്ത സാധനം. നല്ല ഭംഗിയുള്ള, നമുക്ക് ആൾക്കാരൊക്കെ പറ്റിക്കാൻ പറ്റുന്ന നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതിലെ വെള്ളം നിറച്ചിട്ട് നമ്മൾ എടുക്കൂലേ, ആ ഒരു സംഭവത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്, കുട്ടികൾ കളിക്കാൻ പറ്റുന്ന. ഇതെന്താന്ന് അതെടുക്കുന്നുണ്ടോ? ഓളെ കയ്യിലുള്ള സാധനം എന്താ രസം. അത് കളറില്ലേ, വേറെ ഉണ്ടോ കേട്ടോ. ഇത് എവിടുന്ന എടുത്ത? ജെന്നൂനെ ഒരു ടോയ് എടുത്ത് നോക്കാം. അപ്പം ഞാൻ വേറൊന്ന് എടുത്തെടുത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതിന് കളേഴ്സ് കുറവാണ്, അപ്പോൾ നമുക്ക് കളേഴ്സ് കൂടുതലുള്ള എടുത്ത് നോക്കാം. കളറല്ല, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് നോക്കട്ടോ. അപ്പോൾ എനിക്ക് ഇതാ ഇഷ്ടമായത്, അപ്പോൾ നമുക്ക് ഇത് സെറ്റാക്കട്ടോ. അതിൻ്റെ ഇടയിൽ എന്താ, ഇതും ഇതാ ഇങ്ങനെ ഒരു വെള്ളം പോലെ നിൽക്കുന്ന സംഭവം.
ഇനി ടേബിൾ ടോപ്പിൽ ഇങ്ങനെ വെക്കുന്ന ഒരു സംഭവമാണോ, ഇങ്ങനെ പേപ്പർ പാറാതെക്കാൻ വെക്കൂലേ, അതാണോ എന്താണെന്നാവട്ടോ. ഓലപ്പോൾ ഇതിന് പോയെന്നെ ഒറ്റക്കാക്കിയിട്ട് വേണ്ട. അപ്പോൾ ഓരങ്ങോട്ട് പോട്ടെ, നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇതെന്താ മുത്തുകളോ, ഇനി കോർക്കുള്ളതാണാവോ, മാലയേറ്റ കോർക്കുള്ളതാണോ കേട്ടോ, എന്താണാവോ. ഇതെന്താ ലെറ്റർ പാഡാണോ, എനിക്കറിയില്ല, എനിക്കെന്താ മനസ്സിലായില്ല കേട്ടോ. ഇത് നമ്മളെ ലബൂബുവിനെ കുത്തിട്ട് പൂരിപ്പിക്കുന്ന, അതിൻ്റെ ബാക്കിൽ മുത്തുകളുണ്ടാവും. ആ മുത്തല്ല, ഒരു സീക്വൻസ് പോലത്തെ ഒരു സംഭവം. അത് നമ്മളിങ്ങനെ കുത്തിട്ട് ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ആക്കുക. അതിൻ്റെ കംപ്ലീറ്റ് സെറ്റ് അതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. ഇതൊക്കെ വലിയതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കുമെന്ന് അറിയോ. എനിക്കിത് ട്രൈ ചെയ്യണം എന്നുണ്ട്, പക്ഷേ ടൈം ഒരുപാട് എടുക്കും. ലാസ്റ്റ് കണ്ടിട്ട് പിരാന്തി വരും. അപ്പം ഞാൻ അതിന് നിന്നില്ല, അത് മേടിച്ചില്ല കേട്ടോ. അതിന് കുറഞ്ഞ പൈസ ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ സോക്സിൻ്റെ ഏരിയയാണ്. പിന്നെ അങ്ങോട്ട് പാത്രങ്ങൾ, നമ്മൾ കിച്ചൺ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കത്തി, വടിവാള്, പാത്രങ്ങൾ ഒക്കെ ആയിട്ട്. ഇതെന്താണാവോ, എനിക്ക് മനസ്സിലായില്ല. എന്തിൻ്റെയിലൊക്കെ ബാക്കിയേ കാരം, അതൊക്കെ അവിടെയും ഇടയ്ക്ക് വെച്ചിക്കുക. നമ്മളെ കയ്യുറകളൊക്കെ ഉണ്ടല്ലോ, ഓവനും ഇതൊക്കെ എടുക്കുമ്പോഴുള്ള പാത്രങ്ങൾ പിടിക്കാനുള്ളതൊക്കെ ഏരിയാസ് അത്. പിന്നെ അങ്ങോട്ടൊക്കെ ഡിഷ് വാഷും അങ്ങനത്തെ ലിക്വിഡുകളാണ്. അങ്ങോട്ടൊന്നും നമുക്ക് പോകണ്ട, നമുക്ക് വേണ്ട ഐറ്റംസിലോട്ട് പോകട്ടോ. ഇത് നമ്മൾ സോസറും കാര്യങ്ങളൊക്കെ വെക്കുന്ന സംഭവമാണ് തോന്നുന്നു, പ്ലേറ്റൊക്കെ വെക്കാൻ പറ്റണേ. ഇനി ഇതാ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഷോളമ്മലൊക്കെ കുത്തുന്ന പിന്നുകളുണ്ടല്ലോ, മുട്ടപ്പിന്നുകൾ, ഞങ്ങളതാ പറയാറ്. നിങ്ങളൊക്കെ എന്താ പറയാറ് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ചീർപ്പുകൾ, അങ്ങനത്തെ ഒക്കെ ഉള്ള ഏരിയാസ് കേട്ടോ. ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ളതാണ് ഇനി അങ്ങോട്ടുള്ളത്. ഇതെന്താ, കണ്ണാടിയോ, എന്താ സംഭവം മനസ്സിലായില്ല. പിന്നെ എന്താ ചീർപ്പുകളൊക്കെ ഉണ്ട്. എന്തൊക്കെ കണ്ണാടികൾ, ചെറിയ കുട്ടികൾക്ക് പറ്റണ ചീർപ്പും കണ്ണാടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള, അതും കണ്ണാടി കേട്ടോ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കവേഴ്സ്, അതാ നല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന കവറുകൾ, ഗിഫ്റ്റ് അതിലിട്ടിട്ട് കൊടുക്കാൻ പറ്റുന്ന കവറുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇനി ഇത് മുഖം മാറുന്ന, കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്ന കണ്ണാടിയാണ്. ഇതും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിററാട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ അവിടെ ഇങ്ങനെ കാണുന്നത് പറയണമെന്നുള്ളൂ കേട്ടോ. പൗച്ചുകളൊക്കെ ഉണ്ട്, ചെറിയ പൗച്ചുകൾ, വലിയ ബാഗുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് വലിയ ടൈപ്പ് ബാഗുകളാണ്. ലാപ്ടോപ്പ് കൊള്ളൂ, ചെറിയ ലാപ്ടോപ്പ് കൊള്ളിയ കാരം, വലിയതൊന്നും കൊള്ളൂലേ കരയിൽ. പിന്നെ ഇതൊക്കെ എന്തിനാണ് കേട്ടോ, അടിക്കൊക്കെ ബാഗുകളുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പ് സ്ലിം ആയിട്ടുള്ള ബാഗുകളുണ്ട്. പിന്നെ ബുക്കുകൾ, ഇത് എന്താ 3 കളറും അതിൽ വെച്ചിരിക്കണ്. പിന്നെ ആ ഒരു സംഭവം തടിക്കഷ്ണം പോലത്തെ ഞാൻ അതിന് കളർ കൊടുക്കിയ കാരം. അടിയിലൊക്കെ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ ബുക്കുകളാട്ടോ. ഇവിടുത്തെ ബുക്കുകളൊക്കെ ഭയങ്കര ക്യൂട്ട് ആസ്തറ്റിക് ബുക്കുകളാണ്, നോട്ട് ബുക്സാണ്. ഇനി നമുക്ക് പെന്നും പെൻസിലും റൈസറൊക്കെ ഉള്ള ഏരിയാസിലോട്ട് പോയോക്കെ കേട്ടോ. അപ്പോൾ ഇതാണ്, ഇതൊക്കെ എന്താ മാർക്കർ, ഇത് ഹൈലൈറ്ററാണ് കേട്ടോ. അത് എസ്തറ്റിക് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. കുറേ എസ്തറ്റിക് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഷാർപ്നേഴ്സ് ആട്ടോ, പല ടൈപ്പ് ഷാർപ്പനറുകളുണ്ട്. ഇതൊക്കെ അനിമൽസിൻ്റെ ഷാർപ്പനറുകൾ. പിന്നെ വേറെ കുറേ ടൈപ്പുകളുണ്ട്, വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള. ലബൂബുവിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടല്ലോ കട്ടറുകൾ. പിന്നെന്താ ഇത്, അതെന്താ എനിക്ക് മനസ്സിലായില്ല, എന്തോ ലിക്വിഡാണ് അതിൽ. അടിയിലൊക്കെ പെന്നും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാൽക്കുലേറ്ററുകൾ, കളർഫുൾ കാൽക്കുലേറ്ററുകളൊക്കെ ഉണ്ട്. പിൻട്രസ്റ്റി കളേഴ്സ് അങ്ങനെ പറയുകയാണെങ്കിൽ. എന്താ ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക്, അവർക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റണം, അവർക്ക് നല്ല ഇഷ്ടമാവും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. ഇങ്ങനത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ ഗൈസ്, സിറിഞ്ചിൽ ഇതൊന്ന് പെന്നാണ് തോന്നുന്നു, സിറിഞ്ച് പെൻ. ഓരോരോ കണ്ണിൽ പൊടിയിടാനുള്ള ഓരോ ഐറ്റംസ് കുട്ടികളെ. ഇത് ഞാൻ നേരത്തെ കാണിച്ചതില്ലായിരുന്നു, അങ്ങനത്തെ ഒരു സംഭവമാണ്.
പിന്നെ ഇതൊക്കെ പെന്നുകളാട്ടോ, വെറൈറ്റി ഓഫ് പെന്നുകളുണ്ട്. ഇതൊക്കെ ഗേൾസിന് പറ്റിയ പെന്നുകൾ, ബോയ്സിനും ഉണ്ട്. അതല്ല, അതൊരു ഗേൾസ് ടച്ച് ഉള്ളതാണ്. അതിനൊക്കെ 3.75 വരുന്നുണ്ട് കേട്ടോ, 1 റിയാലല്ല. ബോളിൻ്റെ ഉണ്ട്, കുതിരൻ്റെ പെന്ന്, കുതിരൻ്റെ പെന്നും ഉണ്ട് ഗൈസ്. അത് കൊടുക്കാനാണ്. അപ്പം അത് ഇങ്ങോട്ട് ഫാൻസി ഐറ്റംസ് ആട്ടോ. എനിക്കൊരു ക്രാബ് മേടിക്കണം ഇവിടുന്ന്. താൽക്കാലികമായിട്ട് എൻ്റെ ക്രാബ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒന്ന് കിട്ടുന്നവരെ താൽക്കാലിക യൂസിന് നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്യാം. ഇത് എടുത്തുക്കോല്ല, മറ്റോൾക്ക് യൂസ് ഒന്നും ഇല്ലല്ലോ. ഇത് ഇപ്പം എന്താ കാട്ടാനാ? ഇത് എടുക്കണ്ടോ? വലിയ ക്രാബില്ല, ഒന്നിൻ്റെ മുടിമ കൊള്ളൂല. തീരെ ബലല്ല. എന്താ ഇന്നൊരു ബലല്ല നോക്കിയിട്ട്. ഇത് കൊള്ളൂല, നല്ല വാ ഉള്ള വെക്കാം. ഇപ്പോൾ മൂപ്പര് വാ ഉള്ള ക്രാബ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡുകളുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി വലുതായിട്ട് വേണം ഒക്കെ മേടിക്കാൻ. നല്ല രസമല്ലേ കാണാൻ. ഇവിടെയൊക്കെ ക്രാബുകളുണ്ട്, പക്ഷെ ഒന്നിനും ഒരു വാവട്ടമില്ല. ചെറിയ ഉള്ളില്ലാത്ത ക്രാബുകളാണ്. കളറല്ല ഞാൻ പറഞ്ഞത്, വലിയ ഇതുള്ളത് ഏതാ ചെടു. ഇതൊക്കെ നമുക്ക് ഫെദേഴ്സ്, തൂവലുകളാണ് കേട്ടോ. ഇതൊക്കെ ഷോക്ക് വെക്കുന്നേക്കാല്ലേ, നമ്മൾ വാൾ ഡെക്കോറായിട്ട് വെക്കാൻ പറ്റുന്ന സംഭവങ്ങളേക്കാരല്ലേ. നല്ല രസമുണ്ട് കാണാനും. അതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. ഏത് നേരത്താടാവും അതെടുക്കാൻ തോന്നിയത്. അത് കയ്യിൽ നിന്ന് ചാടിപ്പൊട്ടി. അതിന് അവിടുത്തെ ഷോപ്പുകാർ നോക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് വേഗം സ്കിപ്പ് അടിക്കാം. അത് പിടിക്കാം. അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. കുറേ വേണ്ടാത്തതായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇവരിത് എവിടെ നിന്നാണാവോ ഇറക്കുന്നത്? ചൈനയിൽ നിന്നാണോ എന്താ സംഭവം എന്നറിയില്ല. ഇവർക്ക് 1 റിയാലിന് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിൽ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നാവും. ഇതേ സെയിം സാധനം വേറെ നല്ല ഫാൻസി പോയി കഴിഞ്ഞാൽ നല്ല റേറ്റും നമ്മൾ കൊടുക്കണം. ഈ കോലുകൾ വരെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾക്ക് നമുക്ക് ബില്ല് പേ ചെയ്തിട്ട് നേരെ പുറത്തിറങ്ങാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ഇത്രേ ഉള്ളൂ.